ഒറ്റ രാത്രി പെയ്ത കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ പൊലിഞ്ഞത് 2 ജീവനുകൾ. തൊടുപുഴ അടൂർമലയിൽ ഉരുൾപൊട്ടി ഒരാളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ വാഗമൺ കോലാഹമേട്ടിൽ മണ്ണിടിച്ചിലാണ് ഒരാളുടെ ജീവൻ നഷ്ടമായത്. ദുരിതപ്പെയ്ത്താണ് ഇടുക്കിയിൽ. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉൾപ്പെടെ ജില്ലയിൽ വ്യാപക മഴക്കെടുതിയാണ്. കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലാണ് വീട്ടമ്മയുടെ ജീവനെടുത്തത്. വീട്ടുകാർക്കൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു സുമതി. പുലർച്ചെയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ സുമതിയുടെ വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി. ഭർത്താവ് രവിയുടെ കൈപിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഉരുൾതട്ടി സുമതി മണ്ണിനടിയിലായി. വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാറിയാണ് സുമതിയുടെ മൃതദേഹം ലഭിച്ചത്. വീടിന്റെ സ്ലാബിനിടയിൽ കുടുങ്ങിയ മകൻ രതീഷിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഭയങ്കര ശബ്ദത്തിലാണ് വന്നത്. ഭയങ്കര ഏതാണ്ട് കടലിളവ് വരുന്ന പോലത്തെ ശബ്ദമായിരുന്നു. ആദ്യം ഒരു ചെറിയ ശബ്ദം കേട്ടു. ഇവിടെ ശബ്ദം മാത്രം കേട്ടു. ഒരു സ്ഫോടനം പോലെയായിരുന്നു. ഓർക്കാൻ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടെല്ലാം മൊത്തം പോയെന്നുള്ള രീതിയിലായിരുന്നു. കരണ്ടും പോയി. ഇവിടെ പിള്ളേരെ പിന്നെ കരച്ചിലും ഇതൊക്കെ ആയിരുന്നു ബഹളം. വാഗമൺ കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞായിരുന്നു അപകടം. പ്രഭാകരൻ നായരാണ് മരിച്ചത്. വൈക്കം സ്വദേശിയായ പ്രഭാകരൻ നായർ മകളുടെ വീട്ടിലെത്തിയതായിരുന്നു. മത്തായിക്കൊക്കയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. മുട്ടം എളപ്പുറത്ത് മണ്ണിടിച്ചിലിൽ 4 വീടുകൾ തകർന്നു. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും ഒലിച്ചുപോയി. ഭയങ്കര സൗണ്ടായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് പേടിച്ചു. എന്നാന്ന് അറിയില്ല. പിന്നെ തൊട്ടും ഉള്ള ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റ് മാറാൻ. അപ്പോൾ ഞങ്ങളന്നേരം ഇവിടുന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാം വന്നു പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ആലക്കോട്, ചവർണ തുടങ്ങിയ പ്രദേശങ്ങളിലും കുമിളി ദേശീയപാതയിലും മണ്ണിടിച്ചിലുണ്ടായി. അടിമാലിയിൽ മുതിരപ്പുഴയാർ കരകവിഞ്ഞൊഴുകുകയാണ്. തൊടുപുഴയാറിലും വെള്ളം ക്രമാതീതമായി ഉയർന്നു. എല്ലായിടത്തും വ്യാപകമായിട്ട് മഴക്കെടുതികളുണ്ട്. പല സ്ഥലങ്ങളിലും ഈ തോടുകളിൽ മണലും മണ്ണും മാറ്റാത്തത് കൊണ്ട് വെള്ളം വരുമ്പോൾ പെട്ടെന്ന് നിറഞ്ഞൊഴുകുക. അപ്പോൾ പല വീടുകളിൽ വെള്ളം കയറാൻ കാരണം ഇന്ന് തോടുകൾക്കും ഈ ചെറിയ വരളുകൾക്കൊന്നും ഡെപ്തില്ല. അപ്പോൾ അത് അടിയന്തരമായിട്ട് ഇതിപ്പം ഒരു മഴയത്ത് തന്നെ എല്ലാം വെള്ളം കയറും എല്ലായിടത്തും. മലങ്കര, കല്ലാർകുട്ടി, പാബ്ല ഡാമുകളുടെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുകയാണ്. തൊടുപുഴ താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.